ഹലോ, നമുക്കൊന്നൊരു സിമ്പിളായിട്ടൊരു കോഫി പുഡിംഗ് ഉണ്ടാക്കിയാലോ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ 5 രൂപയുടെ ബ്രൂ പാക്കറ്റ് ഇല്ലേ, ഇൻസ്റ്റൻറ്റ്, അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക. അതിലേക്ക് ഒരു 6 ടീസ്പൂൺ പാൽ ഒഴിക്കുക. നന്നായിട്ട് കട്ടിയില്ലാണ്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് 2 മിനിറ്റുള്ളിൽ തന്നെ സെറ്റാകും. അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 6 ടീസ്പൂൺ കോൺഫ്ലവറും 6 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഇതും കട്ടിയില്ലാണ്ട് ഇളക്കി മാറ്റി വെക്കുക കേട്ടോ. ഈ പൗഡർ എടുത്ത അതേ ടീസ്പൂണിൽ തന്നെ കേട്ടോ പാലും എടുത്തത്. എന്നാലേ നമ്മുടെ പുഡിങ് കറക്റ്റ് ആവുള്ളൂ, അതിൻ്റെ റേഷ്യോസും കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇതും കലക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് പാലെടുക്കാം. ഈ ഗ്ലാസ്സിലൊരു 1.5 കപ്പ് പാലാണ് കേട്ടോ ഞാൻ കറക്റ്റ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാന് മറ്റേ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, വെറുതെ ഗ്യാസിൻ്റെ മേളിൽ വെച്ചിട്ടുള്ളൂ. ഈ 1.5 കപ്പ് പാല് ഒഴിച്ച് കഴിയുമ്പോഴേക്കാണ് സ്റ്റവ് ഓൺ ആക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കി എടുക്കാൻ. ഞാൻ ചൂടാക്കി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമ്മുടെ കോഫി മിക്സ് ഇല്ലേ, അതിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് മിഠായി മീറ്റാണ് കേട്ടോ. മിഠായി മീറ്റ് ഒരു 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മധുരം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇട്ടേണ്ടത് നല്ല കറക്റ്റ് പാകത്തിനുള്ള മധുരമാണേ. അതുകൊണ്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഇല്ലേ, അതും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിനാൽ അടുക്കി പിടിക്കുന്ന നല്ല ചാൻസ് ഉള്ളതുകൊണ്ടാണ് സിമ്മിലിട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു 20 മിനിറ്റ് കൊണ്ട് എന്തായാലും ഈ പുഡിങ് സെറ്റാകും. കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, നമ്മുടെ പുഡിങ് ടേസ്റ്റ് ഇല്ലാണ്ടാവുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടി കുറച്ചൊക്കെ ഇടാം കേട്ടോ. നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ പുഡിങ് സെറ്റാക്കാൻ വേണ്ടി നോക്കിയേക്കുന്നത്. ഇതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുക, ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് ഒഴിക്കുക. എന്നിട്ട് എന്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ കേട്ടോ. ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇത് മൂടുന്നുണ്ട്, അതിന് മേളിൽ കൂടെ അതിൻ്റെ മൂടിയും വെച്ച് മൂടുന്നുണ്ട് കേട്ടോ. ഇതൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന നമ്മുടെ കോഫി പുഡിങ് റെഡി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പുഡിങ്ങിന്.